നമ്മളിപ്പോൾ ഇൻക്യുബേറ്ററിൽ മുട്ട വച്ചേക്കുന്ന സമയത്ത് കറണ്ട് പോയി. ഇപ്പം നമുക്ക് ബാക്കപ്പിന് ഇൻവേർട്ടറോ അല്ലെങ്കിൽ വേറൊരു പവർ സോഴ്സും ഇല്ലെങ്കിൽ നമുക്ക് എന്തോ ചെയ്യാൻ പറ്റുമോ നോക്കാം. ഞാൻ ചെയ്ത് നോക്കിയതിൽ ഏറ്റവും ബെസ്റ്റ് മെത്തേഡാണ് കാണിക്കുന്നത്. അപ്പോൾ അതിന് നമുക്ക് വേണ്ടത് 2 കല്ലാണ്. ഇപ്പോൾ എൻ്റെ ചെറിയ ഇൻക്യുബേറ്റർ ആയതുകൊണ്ട് 2 കല്ല് മതിയാവും. അതേപോലെ തന്നെ ഇതേപോലെ 2 പാത്രം, ഒന്ന് കുഴിഞ്ഞതും ഒന്നല്ലാത്തതും. ഈ ഒരു പാത്രത്തിൻ്റെ ഉപയോഗം വരുന്നത് നമ്മളിത് തെർമോക്കോളിൻ്റെ മേളിലാണ് വെക്കുന്നതെങ്കിൽ അതിൽ ചൂട് പിടിച്ച് ഉരുകി പോകാതിരിക്കാൻ വേണ്ടിയാണ്. ആദ്യമായിട്ട് കല്ല് നല്ല രീതിക്ക് ചൂടാക്കുക. 2 കല്ലും ഇതേപോലെ സ്റ്റൗവിൽ എവിടാന്ന് വെച്ച് കഴിഞ്ഞാൽ വെച്ച് നല്ല രീതിക്ക് ചൂടാക്കി എടുക്കുക. കല്ല് നല്ല രീതിക്ക് ചൂടായെന്ന് ഉറപ്പായതിനു ശേഷം ഇതേപോലെ കല്ല് ഇവിടുന്ന് കളക്ട് ചെയ്യുക. ഇപ്പം ചൂടാക്കി കല്ല് ഇൻക്യുബേറ്ററിനകത്ത് വെച്ച് ചൂട് കൂടുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അതിനുവേണ്ടി ആദ്യം ഈ ബൾബ് ഒരു മാറ്റുവാണ്. ബൾബ് ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ ടെമ്പറേച്ചർ 34ലേക്ക് താന്നിട്ടുണ്ട്. അപ്പോൾ ഈ കല്ല് വെച്ച് കഴിയുമ്പോഴത്തേന് ഈ ടെമ്പറേച്ചർ എന്തോരം കൂടുമെന്ന് നമുക്ക് നോക്കാം. ഈ കാണുന്നതിൻ്റെ തൊട്ട് ഈ ഒരു ഭാഗത്തോട്ടാണ് ഞാൻ ഈ ഒരു കല്ല് വെച്ച് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ആ വെള്ളം വെച്ചിരുന്നത് ഞാൻ ഒന്നിച്ച് ക്ലോസ് ചെയ്തിട്ടുണ്ട്. കാരണം ഹ്യൂമിഡിറ്റി നല്ല രീതിയിൽ കൂടും ടെമ്പറേച്ചർ കുറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ 34.1 നിൽക്കുവാണ്. ഇനിയിപ്പോൾ എന്തോരം കൂടുമെന്ന് നമുക്ക് നോക്കാം. ഇപ്പം നിങ്ങൾ കാണുന്നതിൻ്റെ തൊട്ട് അത്യാവശ്യം നല്ല സ്പീഡിൽ തന്നെ കൂടുന്നുണ്ട്. ബൾബ് ഒന്നും ഓൺ ആയിട്ടില്ല. നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കാണുമ്പോൾ മനസ്സിലാവും. ബൾബ് ഓൺ ആയിരുന്നെങ്കിൽ തെർമോക്കോളിൽ അത്യാവശ്യം നമുക്ക് അറിയാൻ പറ്റുമായിരുന്നു. കല്ലിൻ്റെ ചൂടിൽ മാത്രമാണ് ഇപ്പോൾ ഇത് കൂടിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ എത്രത്തോളം കല്ല് ചൂടാക്കി വെക്കുന്നു അതിനനുസരിച്ച് പെട്ടെന്ന് ടെമ്പറേച്ചർ കയറി കൂടും. ഞാനിപ്പോൾ 2 കല്ല് മാത്രമാണ് വെച്ചേക്കുന്നത്. എന്നിട്ട് 0.1, 2 വെച്ചിട്ടാണ് ടെമ്പറേച്ചർ കൂടിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഇൻക്യുബേറ്ററിൻ്റെ സൈസ് അനുസരിച്ച് മാത്രമേ ഇതിനകത്ത് കല്ല് ചൂടാക്കി വെക്കാൻ പാടുള്ളൂ. അനാവശ്യമായിട്ട് വലിച്ചു വാരി കല്ല് ചൂടാക്കി വെച്ച് കഴിഞ്ഞാൽ മുട്ട ചീത്തയായി പോകും. അതുപോലെ തന്നെ കറണ്ട് ഉള്ള സമയത്ത് ഇങ്ങനെ കല്ല് ചൂടാക്കി വെച്ച് നമ്മൾ ടെസ്റ്റ് ചെയ്യുവാണെങ്കിൽ കറണ്ട് പോകുന്ന സമയത്ത് നമുക്ക് കറക്റ്റ് മനസ്സിലാവും എത്ര നേരം ഇതിനകത്ത് ഈ കല്ല് ചൂടാക്കി വെച്ച് കഴിഞ്ഞാൽ 38 ഡിഗ്രി അടുപ്പിച്ച് ടെമ്പറേച്ചർ വരുമെന്നുള്ളത്. ആ ഒരു സമയമാകുമ്പോഴത്തേക്കും നമുക്ക് കല്ലെടുത്ത് വെളിയിൽ വെക്കാം. അങ്ങനെ വെച്ചില്ലെങ്കിൽ നമ്മൾ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ടെമ്പറേച്ചർ കൂടിപ്പോവും, മുട്ട ചീത്തയായി പോകും. ഇതല്ലാതെ നമുക്ക് വേണമെങ്കിൽ വെള്ളം ചൂടാക്കി വെക്കാൻ സാധിക്കും. പക്ഷേ വെള്ളം ചൂടാക്കി വെച്ച് കഴിഞ്ഞാലുള്ള കുഴപ്പം ഹ്യൂമിഡിറ്റിയും നല്ല രീതിക്ക് തന്നെ കൂടും. അതൊരു വലിയ പ്രശ്നമാണ്. ഇപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ ടെമ്പറേച്ചർ എത്തിക്കഴിഞ്ഞാൽ കല്ല് അതിൽ നിന്ന് എടുത്ത് മാറ്റുക. എന്നിട്ട് കുറച്ച് നേരത്തിന് ശേഷം വീണ്ടും വെച്ച് കൊടുത്താൽ മതി. അങ്ങനെ ആകുമ്പോൾ നമുക്കൊരു ബാലൻസിൽ വലിയ കുഴപ്പമില്ലാതെ കൊണ്ടുപോകാൻ സാധിക്കും. ഒരു രീതിയിൽ നമുക്ക് കറണ്ട് വഴി ഇതിനകത്ത് ഹീറ്റ് കൊടുക്കാൻ സാധിക്കത്തില്ലെങ്കിൽ ഈ ഒരു ഐഡിയ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.